മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ന് ഭാരതത്തിലെത്തിക്കും. റാണയുമായി NIA സംഘം ഇന്നലെ പുറപ്പെട്ടിരുന്നു. ഇന്ന് ഉച്ചയോടെ റാണയെ ഡൽഹിയിലെത്തിക്കുമെന്നാണ് സൂചന. ഗൗതം അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, കഴിഞ്ഞ ദിവസമായിരുന്നു മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയുമായി NIA പ്രത്യേക സംഘം ഭാരതത്തിലേക്ക് US-ൽ നിന്ന് യാത്ര തിരിച്ചത്. ഇന്ന് എപ്പോഴത്തേക്കായിരിക്കും എത്തുക? തുടർ നടപടികൾ എങ്ങനെയാണ്? രോഹിണി, ഇപ്പോൾ ഈ പ്രത്യേക വിമാനത്തിൽ ഈ കൊടും ഭീകരനെയും വഹിച്ചുകൊണ്ട് NIA-യുടെ സംഘം ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി മാത്രമേ ഈ പ്രത്യേക വിമാനം ഡൽഹിയിൽ എത്തുകയുള്ളൂ എന്നാണ് ലഭ്യമാകുന്ന വിവരം. പാലം വിമാനത്താവളത്തിലാകും ഈ വിമാനം ലാൻഡ് ചെയ്യുക. അതിനുശേഷം ഈ തഹാവൂർ റാണയെ തീഹാർ ജയിലിൽ പാർപ്പിക്കുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം കേന്ദ്ര ഏജൻസികൾ, പ്രത്യേകിച്ച് NIA ഔദ്യോഗികമായി ഇപ്പോൾ നൽകുന്നില്ല. കാരണം ഇയാളൊരു കൊടും ഭീകരനായതിനാൽ ഇയാളെ എവിടേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഇയാളെ ഏത് നിലയിലായിരിക്കും ഇനിയും കൈകാര്യം ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ മാധ്യമങ്ങളോട് കേന്ദ്ര ഏജൻസികളൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഡൽഹിയിൽ ഇയാളെ വഹിച്ചുകൊണ്ട് ഈ വിമാനം എത്തും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. നേരത്തെ മുംബൈയിലായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഡൽഹിയിലേക്ക് തന്നെയാണ് തഹാവൂർ റാണയെ കൊണ്ടുവരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിയോടുകൂടി NIA സംഘം ഇയാളെയുമായി പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. വളരെ ദീർഘമേറിയ യാത്രയ്ക്കൊടുവിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്യും. നമുക്കറിയാം, തഹാവൂർ ഹുസൈൻ റാണയെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടമാണ്. കാരണം ഇയാളൊരു കൊടും ഭീകരനാണ്. പ്രത്യേകിച്ച് 2008 നവംബർ മാസം 26 മുതൽ 28 വരെ മുംബൈയിൽ നടന്ന ഭീകരാക്രമണ പരമ്പരകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനായി വിശേഷിപ്പിക്കപ്പെടുന്നത്, തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഈ തഹാവൂർ ഹുസൈൻ റാണയാണ്. ഇയാൾ പാകിസ്ഥാനിൽ ജനിച്ച പിന്നീട് കനേഡിയൻ പൗരത്വം എടുത്ത് വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു കൊടും ഭീകരനാണ്. പലതവണ ഇയാളെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അടുത്ത കാലത്ത് അത്തരം നീക്കങ്ങൾ നരേന്ദ്രമോദി സർക്കാർ വളരെ ഊർജിതമായി നടത്തി എന്നുള്ളതാണ്. അതിന് അനുകൂലമാകുന്ന രീതിയിൽ അമേരിക്കയിൽ ഭരണമാറ്റവും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ ട്രംപ് അവിടെ അധികാരത്തിലെത്തുകയും ചെയ്തു. അങ്ങനെ ഭാരതവും അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപുമായുള്ള വലിയ ബന്ധം, അതോടൊപ്പം തന്നെ നയതന്ത്രപരമായി ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള മികച്ച ബന്ധം, അതോടൊപ്പം തന്നെ അമേരിക്കയിലെ കോടതികൾ കൈക്കൊണ്ടിട്ടുള്ള ചില തീരുമാനങ്ങൾ, ഇതെല്ലാം ഇയാളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൽ നമ്മുടെ നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് ഊർജം പകർന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇയാളെ ഇന്ത്യയിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്നതിലൂടെ പല ഭീകര കേസുകൾ, അതായത് രാജ്യത്ത് മുൻപ് നടന്നിട്ടുള്ള പല ഭീകരവാദ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകളും നമ്മുടെ ഏജൻസികൾക്ക് ലഭിക്കുമെന്നാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. മാത്രമല്ല, ഭീകരവാദം എന്നതിന് വലിയൊരു സന്ദേശം, അതായത് ഏത് രാജ്യത്തിൻ്റെ ഏത് കോണിലിരുന്ന് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അത്തരം ശക്തികൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന സന്ദേശം ലോകത്തിന് കൂടി നൽകുന്നതാണ് ഈ തഹാവൂർ റാണ ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന സംഭവം നൽകുന്ന സന്ദേശം എന്നത്. രോഹിണി. ശരി ഗൗതം. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ന് ഭാരതത്തിലെത്തിക്കും. റാണയുമായി NIA സംഘം ഇന്നലെ പുറപ്പെട്ടിരുന്നു. ഇന്ന് ഉച്ചയോടെ റാണയെ ഡൽഹിയിൽ എത്തിക്കുമെന്നാണ് സൂചന. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.